അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്ത ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ആദ്യമായി ഇതിലേക്ക് ആവശ്യമായ ഏത്തപ്പഴം 2 എണ്ണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 പീസാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ഉടച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനിയും വേണ്ടത് ഏലക്കയാണ്. അതൊന്ന് തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഒരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 120 ml കപ്പിന് 1 കപ്പ് തേങ്ങാവെള്ളം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലൊന്ന് മിക്സ് ചെയ്തതാണ്, അതൊഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര 4 ടേബിൾ സ്പൂണാണ്. പകുതി ഇട്ട് ആദ്യമേ ഒന്ന് അരച്ചതിന് ശേഷം പിന്നീട് ഇട്ട് അരച്ചാൽ മതി. ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 കപ്പ് 240 ml കപ്പിന് 1 കപ്പ് നൈസ് അരിപ്പൊടിയാണ്, അതും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇതേപോലെ ലൂസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ഇതിലേക്ക് അരച്ച് ചേർക്കണം. അതൊരു 1/2 കപ്പ് വെള്ളത്തിൽ അരച്ചുകൊണ്ട് വരാം. അതും അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 2.5 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ നന്നായിട്ടിത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ തേങ്ങാവെള്ളം ഓപ്ഷണലാണ് കേട്ടോ. തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെ നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇനി ഒരു ചെറിയ പ്ലേറ്റിൽ നെയ്യ് തടവിയതിന് ശേഷം ഇത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്താൽ മതി. ബാക്കി വേറൊരു പ്ലേറ്റിലേക്ക് ആക്കി രണ്ടും കൂടെയാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡലിത്തട്ടിൽ ഇറക്കി വെച്ച് കൊടുക്കാം. പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ വേറൊരു വലിയ പ്ലേറ്റിലേക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ വെച്ച് ഒന്നിച്ചാണ് വേവിച്ച് എടുക്കുന്നത്. അപ്പോൾ അതും ഒരു തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് ആവി കയറിയതിന് ശേഷം ഞാൻ 2-3 കശുവണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് അടച്ച് ഒരു 20 മിനിറ്റ് ആകുന്ന വരേക്കും നമുക്കിത് വേവിച്ച് എടുക്കാം. അപ്പോൾ നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് എടുക്കുക. ഇത് 4 മണിക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു ആവിയിൽ വേവിച്ചെടുത്ത പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഇതേപോലെ പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.